അത് മൗത്ത് മരിച്ചുകൊണ്ട് അതിനപ്പുറം മറന്നു വരുമല്ലോ. മരിക്കുമ്പോൾ ആ മോമിനായി മരിച്ചു കിട്ടണം. അതിന്റെ ഇപ്പുറം എന്തെല്ലാം അത് എല്ലാം തന്നെ നല്ലവർക്കുള്ളതാണ്. നല്ല കൂട്ടർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. അശ്വത്തുക്കും വരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ മുസീബത്ത് കൊണ്ട് ഏറ്റവും കഠിനമായ അമ്പിയാക്കള്. അവരെ കഴിച്ചാൽ ഔലിയാക്കളാണ്. അവരെ കഴിച്ചാൽ അവരോടെടുത്ത സാന്നിധ്യങ്ങളോ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടാതെ കാലം തെളിഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്നാകാൻ കഴിയില്ല. എല്ലാം സുരക്ഷിതമായി നമ്മൾ എവിടെയും കുടുങ്ങരുത്. എല്ലാവരും നല്ലതാകണം എന്ന് വിചാരിച്ചാൽ സാധ്യമാണ് കഴിയില്ല. പിന്നെ ഹക്കായ സംഗതികൾ അതിൽ നമ്മൾ ഉറച്ചു കൊണ്ടുകൊള്ളണം. ഞങ്ങളുടെ മഹാന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ, ഞങ്ങളുടെ മുൻഗാമികളെ അവർ ഞങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു, എന്ത് പരിചയിപ്പിച്ചു, അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്തു കൊടുത്തത്. വേറെ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. സുന്നീവര സംഘം അതിന്റെ മേൽഘടകത്തോട് സമ്മതം ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ സംഗതി നിങ്ങൾക്കറിയാം. എത്രയോ മുമ്പ് തുടങ്ങിയിട്ട് ഒരു ഏർപ്പാട് അറിയിച്ചിട്ട് പിന്നെ അത് തൽക്കാലത്തേക്ക് എത്തുന്ന അവസരം അത് ഒരാഹപ്പെടുത്താൻ ഉൾപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി എത്ര കണ്ടുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ പൊട്ടാതെയും പൊളിയാതെയും ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് തീർക്കാൻ വേണ്ടി ഇന്നും ഇന്നലെയും ഒരുങ്ങിയതല്ല ഈ വലിയവനായ ഞാൻ. പല അവസരങ്ങളിലും ഇതിന് മെനക്കെട്ടിട്ടുണ്ട്. ഒടുവിൽ എന്തിനു പറയുന്നു, ഇപ്പോൾ ഈ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മനുഷ്യന്മാരായ ഞങ്ങൾ ഇത് തന്നെയാണ് തെറ്റുക. ഞങ്ങൾ ആരെയും തള്ളിപ്പറയാം, ഞങ്ങൾ ആരെയും പൊരുത്തക്കെടുന്ന് ഞങ്ങൾ പോകുന്നില്ല. അവരെല്ലാം അവർക്ക് നല്ല ബുദ്ധി അല്ലാഹു തോന്നിപ്പിക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരിൽ 35 കൊല്ലത്തോളം പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണിത്. അതിൽ ആരെങ്കിലും ഒരു വ്യക്തി, 2 വ്യക്തിയല്ലേ 10 വ്യക്തി ഓരോട് വെറുപ്പുണ്ടെങ്കിൽ സംഘടനയോ ആ പ്രസ്ഥാനമോ എന്ത് തെറ്റ് ചെയ്തു അവരോടും ഉണ്ടാകാൻ കാരണം വേണമെങ്കിൽ ഇല്ലാതെ വെറുതെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഹക്കനെതിരായി കൊണ്ട് തുടർന്നു പോകാൻ സാധ്യമല്ലാത്ത നിലവാരം വരുമ്പോൾ ഞങ്ങൾ ഹക്കൽ അടിയുറച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസാചാരത്തിൽ അടിയുറച്ചു നിന്ന് ഏത് പ്രലോഭനങ്ങളെയും ഞങ്ങൾ വകവെക്കാതെ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമ പാലിച്ചു കൊള്ളണം. അള്ളാഹു സാബിരികളോട് കൂടെയാണ്. അപ്പോൾ ആ ക്ഷമ പാലിക്കുന്നവർ ഞങ്ങൾ ആവണം. ഞങ്ങളുടെ ആദർശം ഒരു നിലക്കും മതം കഴിക്കുമെന്ന് വിറ്റ് കളിക്കാൻ പോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉള്ള സംഗതികളൊക്കെ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തിൽ നിന്നവരുടെ ഇന്ന് ഹയാത്തുള്ള പ്രസിഡന്റ് മൂപ്പരാണെന്ന് മാത്രമല്ല എന്റെ പ്രധാനപ്പെട്ട ഉസ്താദും അവരാണ്. തന്നെയുമല്ല വളരെയധികം ഞാനുമായി ബന്ധമുള്ളതായ മഹാനാണവർ. നമ്മളുമായി ആ ശിഷ്യത്വം സ്വീകരിച്ചത് മുതൽ എപ്പോഴും ഏത് സ്ഥലത്ത് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ആ ആത്മാർത്ഥമായ സ്നേഹവും ആകും ഞങ്ങൾ അങ്ങോട്ടും അവർ ഇങ്ങോട്ടും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലവാരം. കഴിഞ്ഞ സമസ്ത മുഷാവറ കഴിഞ്ഞതിന് ശേഷം അതിൽ നടന്നൊക്കെ നടന്നു. കാണാമാക്കാനാണ് പറഞ്ഞു എന്തെങ്കിലും അത് ഞാൻ പറയില്ല. അപ്പൊ ഞാൻ എറണാകുളത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മൂപ്പര എറണാകുളത്തേക്ക് കൊണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കക്ഷിയെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്, ഇവിടെ കൊണ്ട് എന്നെ കൊടുത്ത് കാരിപ്പിക്കേണ്ടതാണ്, സമ്മതം വാങ്ങേണ്ടതാണ്. അങ്ങനെ പണ്ടും ഞാൻ പറയുന്നു. എന്നിരിക്കെ
അവരെ കൂട്ടിക്കൊണ്ടാകല്ല. അങ്ങനെ താൻ നമ്മൾക്ക് എറണാകുളത്ത് യോഗത്തിന് കൊണ്ട സംഘത്തിന്റെയോ തങ്ങളെ പോകണം, പോയിട്ട് ഹക്ക് പറയണം. ഞാൻ ഹക്കുണ്ടെങ്കിൽ നേരെ കൂടിയും തങ്ങളും അങ്ങനെയാണ്. തങ്ങളെ ഹക്കെ പറയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മതി, എനിക്കത് മതി, സമ്മതം കിട്ടി. അതുകൊണ്ടാണ് കുട്ടി യോഗത്തിന് കെട്ടിമറിഞ്ഞു വന്നത്. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ എനിക്ക് തീരെ സുഖമുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. കാറിൽ നിന്ന് കുറച്ചു നേരം ഉറങ്ങിയത് മാത്രമാണ്. ഇത് ഉള്ളാളത്തുമല്ല, അവിടെ നിന്നും എത്രയോ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് 1.5 മണിക്കാണ് പുറപ്പെടുന്നത്. അവിടുന്ന് 2-3 മണിന്റെ അടുത്ത് 3 മണിന്റെ മുമ്പായിട്ട് മംഗലാപുരം എത്തിയപ്പോൾ ഉള്ളാളത്ത് പോയി കിടന്നാൽ ഈ വണ്ടി കിട്ടൂല, 4:15 വണ്ടി. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ ഇവരുടെ വിചാരിക്കോ തങ്ങളും കൂടുമാറി. അതാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് കൂടുമാറ്റമൊന്നുമില്ല, ആരോഗ്യമുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ സത്യമാനത്തിന്റെ വടന്മാരായ ആളുകൾക്ക് അവരെ ആ ആവേശത്തിൽ നിലകൊള്ളുന്നവരോടൊപ്പം എപ്പോഴും എന്റെ സഹായം അവർക്കുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ദ്വാ ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാ ചെയ്യണം. എന്റെ ശേഖുര ബഹുമാനപ്പെട്ട കണ്ണിയത്തവർക്കും ദ്വാ ചെയ്യണം. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ദീനിന്റെ സേവനം ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇനിയും എത്രയോ കാലം ബഹുമാനപ്പെട്ട മാനവർക്ക് ഇവിടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്കിനി ആരുണ്ട്? ഞങ്ങളുടെ നേതാക്കളൊക്കെയും അതാ മരിച്ചു പോകുന്നു. പിന്നീട്